രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീകളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിന്റെ മുൻ നിലപാടുകൾ ചർച്ചയാകുന്നു. വേടനെ അനുകൂലിച്ച രാഹുലിന്റെ നിലപാടുകളാണ് പരിഹാസത്തിനിടയാക്കുന്നത്. പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ റാപ്പർ വേടനെ മാതൃകയാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശമാണ് ചർച്ചയാകുന്നത്. ഇരുവരും ഒരേ തൂവൽ പക്ഷികളായതിനാലാണ് രാഹുൽ പ്രതികരിക്കാത്തതെന്ന് പരിഹാസം. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ മുൻ നിലപാടുകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണല്ലേ? കെ.പി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടം തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. ഈ പ്രവർത്തക സമിതി യോഗത്തിലാണ് വേടൻ അനുകൂലമായിട്ടൊരു പ്രമേയം പാസാക്കിയും രാഹുൽ മാങ്കൂട്ടം തന്നെ വേടനെ മാതൃകയാക്കണമെന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയും ചെയ്യുന്നത്. അതായത് മുൻ നിലപാടുകൾ ആണ് ചർച്ചയാകുന്നത്. കാരണം ഈ അങ്ങനെ വേടനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വേടനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ നിരവധി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരം പരാതികൾ വരുന്ന സമയത്തൊന്നും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലൊരു ഔദ്യോഗിക പ്രതികരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല, എല്ലാ വിഷയങ്ങളിലും ചാടിക്കയറി പ്രതികരിക്കുന്ന ആൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചോദിക്കുന്നത്. കാരണം രണ്ടുപേരുടെയും സ്വഭാവം ഏകദേശം സമാനമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വേടനാണോ മുൻപന്തിയിൽ അതോ രാഹുലാണോ മുൻപന്തിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിലൊരു തർക്കം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരം വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്നടക്കമുള്ള പരിഹാസ ട്രോളുകളും ആക്ഷേപങ്ങളും ഒക്കെയാണ് ഉയർന്നു കേൾക്കുന്നത്. കെ.പി. ശരി, തിരുവനന്തപുരത്തിനും പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.